പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം എന്നിവയിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന LDCക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ടാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. 30 ചോദ്യങ്ങളാണുള്ളത്. മുഴുവൻ ചോദ്യങ്ങളും കാണാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാണ്? പ്രസിദ്ധമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാണ്? ഉത്തരം ഫിലാഡൽഫിയ. അടുത്ത ചോദ്യം, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജോർജ് വാഷിങ്ടൺ. അടുത്ത ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം? ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാണ്? ഉത്തരം 1773. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ഉത്തരം ജെയിംസ് ഓട്ടിസ്. അടുത്ത ചോദ്യം, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഉത്തരം ജെയിംസ് മാഡിസൺ. കൊളംബസ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ച ജനത എവിടെയുള്ളവരായിരുന്നു? കൊളംബസ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ച ജനത എവിടെയുള്ളവരായിരുന്നു? ഉത്തരം വടക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ഉത്തരം സൈമൺ ബോളിവർ. അടുത്ത ചോദ്യം, ക്രിസ്റ്റഫസ് കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയ വർഷം ഏതാണ്? കൊളംബസ് വടക്കേ അമേരിക്കയിലെത്തിയ വർഷം ഏതാണ്? ഉത്തരം 1492. അടുത്ത ചോദ്യം, അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം എവിടെയാണ്? അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം ഫിലാഡൽഫിയ. അടുത്ത ചോദ്യം, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ഏതാണ്? ഉത്തരം ജോർജിയ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരൊക്കെയാണ്? ഉത്തരം തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇവർ ചേർന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം, തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കുടിയേറി പാർത്തത് ഏത് വർഷമാണ്? തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിൽ കുടിയേറി പാർത്തത് ഏത് വർഷമാണ്? ഉത്തരം 1620. പാരീസ് ഉടമ്പടി നടന്ന വർഷം ഏതാണ്? പാരീസ് ഉടമ്പടി നടന്ന വർഷം ഏതാണ്? ഉത്തരം 1783. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം തോമസ് പെയിൻ. അടുത്ത ചോദ്യം, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് റിപ്പബ്ലിക്കൻ ആശയം എന്ന ഭരണരീതി മുന്നോട്ട് വെച്ചത്. അടുത്ത ചോദ്യം, തീർത്ഥാടക പിതാക്കളുമായി ബന്ധപ്പെട്ട കപ്പലിൻ്റെ പേര് എന്ത്? തീർത്ഥാടക പിതാക്കളുമായി ബന്ധപ്പെട്ട കപ്പലിൻ്റെ പേര് എന്താണ്? ഉത്തരം മെയ്ഫ്ലവർ. അടുത്ത ചോദ്യം, അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1789. അടുത്ത ചോദ്യം, വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും കോളനികളെ കണക്കാക്കിയ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള കമ്പോളമായും കോളനികളെ ബ്രിട്ടീഷുകാർ കണക്കിലാക്കി. ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ ഒരു നിയമം നടപ്പിലാക്കുകയും ചെയ്തു. ആ നിയമത്തിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: മർച്ചൻ്റ്, ബി മർക്കൻറ്റിലിസം, സി ഓട്ടിസം, ഡി മാർച്ച്. ഇതിലേതാണ് അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമം? ഉത്തരം മെർക്കൻറ്റിലിസമാണ്.
അടുത്ത ചോദ്യം, സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യം ഏതാണ്? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ജോൺ ആഡംസ്. അടുത്ത ചോദ്യം, സൈന്യത്തിന്റെ തലവനായി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് തിരഞ്ഞെടുത്തത് ആരെയാണ്? സൈന്യത്തിന്റെ തലവനായി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം ജോർജ് വാഷിംഗ്ടൺ. 1789 ജൂലൈ 14 ഫ്രാൻസിലെ ഏത് പ്രധാന ജയിൽ തകർത്തതോടെയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത്? 1789 ജൂലൈ 14 ഫ്രാൻസിലെ ഏത് പ്രധാന ജയിൽ തകർത്തതോടെയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത്? ഉത്തരം ബാസ്റ്റിൽ ജയിൽ. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ രാജാവ് ആരായിരുന്നു? ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം ലൂയി 16. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി ടിപ്പു സുൽത്താൻ എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി ടിപ്പു സുൽത്താൻ എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത്? ഉത്തരം ശ്രീരംഗപട്ടണം. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവ സമയത്ത് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ഏതാണ്? ഉത്തരം 1789. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1789. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഫ്രഞ്ച് ചിന്തകൻ ആരാണ്? ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഫ്രഞ്ച് ചിന്തകൻ ആരാണ്? ഉത്തരം മോണ്ടെസ്ക്യൂ. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റൂസോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഫ്രഞ്ച് വിപ്ലവം.